പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിച്ച ഊരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിയുടെ തുടർ നടപടികൾക്ക് തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേർന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ മങ്കട MLA-മാരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. തുടർ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി നിർദ്ദേശിച്ച ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് നൽകാനുള്ള തുക വേഗത്തിൽ നൽകും. 8 ലക്ഷം രൂപയാണ് റെയിൽവേക്ക് നൽകേണ്ടത്. സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ നിന്നാണ് റെയിൽവേക്ക് കൊടുക്കേണ്ട തുക നൽകുക. രൂപരേഖ തയ്യാറാക്കൽ, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ യോഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഓരോ ഘട്ടങ്ങളിലും മന്ത്രിയുടെയും ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചു. മറ്റൊരു പദ്ധതിയായ ഓരാടംപാലം വൈലോങ്ങര ബൈപ്പാസിന് കൃഷിവകുപ്പിന്റെ അനുമതി ലഭ്യമാക്കാനും വേഗത്തിൽ പ്രവൃത്തി ആരംഭിക്കാനും നിർദ്ദേശം നൽകി. വൈലോങ്ങര കുന്നപ്പള്ളി പാലോളിപ്പറമ്പ് ബൈപ്പാസിന്റെ സാധ്യതാ പഠനവും നടത്തും. യോഗത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി, പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ള, പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി VR വിനോദ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരായ S ഷാനവാസ്, KP പുരുഷോത്തമൻ, T രാജീവൻ, ലൈജു MG, S ഷാരി, ജമാൽ മുഹമ്മദ്, P പ്രദീപ് കുമാർ, V ബിജു, ഡോക്ടർ S ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു.